യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ശ്രേഷ്ഠതയോടെയും കാണുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിനും സഭയ്ക്കും ലോകത്തിനുമൊക്കെ വളരെ പ്രിയപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരനുഗ്രഹമാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ദൈവവചനം സ്വീകരിക്കുന്നവരും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരുമാണ്. ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ കാണും. ഇന്ന് ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇന്ന് ഇടപെടുന്ന ചില കാര്യങ്ങൾ. ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്, ബാങ്കിൽ പോകേണ്ട ദിവസമാണ്, പണവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉള്ള ദിവസമാണ്, ഇന്നൊരു പരീക്ഷയുള്ള ദിവസമാണ്. പല കാര്യങ്ങളും ഒത്തിരി സന്തോഷത്തോടെ നടന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വീട് കിട്ടട്ടെ, ജോലി ഉണ്ടാകട്ടെ, വിവാഹം നടക്കട്ടെ, സ്ഥലം വിൽക്കട്ടെ, വീട് പണിയട്ടെ എന്ന് മാത്രമല്ല. ഞങ്ങൾ ആ കൂട്ടത്തിൽ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ അറിയാനിടവരട്ടെ, ദൈവസ്നേഹം അനുഭവിക്കാനിടവരട്ടെ, ദൈവത്തിലേക്ക് അടുക്കാനിടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നവരാകട്ടെ. നല്ല മനസ്സുള്ളവരാകാനിടയാകട്ടെ, സ്നേഹമുള്ളവരാകാനിടയാകട്ടെ, വിശ്വാസം വർദ്ധിക്കാനിടയാകട്ടെ, അനുതാപമുള്ളവരാകട്ടെ, പുതിയ തുടക്കം ജീവിതത്തിലുണ്ടാകട്ടെ. അതുകൂടി ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണിത്. ഞങ്ങളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ദൈവം ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തന്നെയാണ് തുറന്നു തരുന്നത്, അനുഗ്രഹിക്കുന്നത്. നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു വചനത്തെ കൂടി കേട്ട് വേണം ഇന്ന് പ്രാർത്ഥിക്കാൻ. ഒരിക്കൽ എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിന്നത് നിങ്ങൾ നൽകിയ പ്രാർത്ഥനയിലൂടെയും വാക്കുകളിലൂടെയുമാണെന്ന്. ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിന്നത് നിങ്ങൾ നൽകിയ പ്രാർത്ഥനയിലൂടെയും നല്ല വാക്കുകളിലൂടെയുമാണ്. അപ്പം ഞാൻ ഓർത്തു, എല്ലാവരുടെ കാര്യത്തിലും ഇതൊരു പരിധിവരെ ശരിയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് ചിലരുടെ പ്രാർത്ഥന കൊണ്ടും ചിലർ നമ്മളോട് പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കുകൾ കൊണ്ടുമാണ്. പ്രാർത്ഥിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ പിടിച്ചു നിർത്തും, നമ്മളെ മുന്നോട്ട് നയിക്കും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. 7 കാര്യങ്ങളെ ദൈവം വെറുക്കുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 7 കാര്യങ്ങൾ. ആ 7 പറയാൻ സമയമില്ല, എങ്കിലും പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7-ാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. അങ്ങനെ പൊതുവിൽ 7 കാര്യങ്ങളെ ദൈവം വെറുക്കുന്നു. 6 കാര്യങ്ങൾ, പക്ഷേ 7-ാമതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. എന്തൊക്കെയാണത്? ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇതെല്ലാം കുറേ നേരം പ്രസംഗിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് 2 കാര്യമുണ്ട്. 12-ാമത്തെ വാക്യം, ഗർവ് കലർന്ന കണ്ണ്.
ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ ആളാണ്, എന്നെ നിങ്ങൾക്കറിയാവോ, ഞാനാണ് ഈ കാര്യമെല്ലാം ചെയ്യുന്നത്. അഹങ്കാരമുള്ള മുഖവും കണ്ണും ദൈവത്തിന് ഇഷ്ടമല്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താം. നമ്മൾ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. വളരെ സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാവരും. സ്ഥാനമാനങ്ങളുണ്ടാകും, വലിയ വീടുണ്ടാകും, കാറുണ്ടാകും, പാവപ്പെട്ടവനാകും, ആരുമാകട്ടെ, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ദൈവസന്നിധി നമ്മൾ ആരുമല്ല, ഒന്നുമല്ല. നമ്മൾ പാപികളും ബലഹീനരുമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് വ്യാജം പറയുന്ന നാക്ക്, നുണ പറയുന്ന, ഇല്ലാവചനം പറയുന്ന, അവിടെ കേട്ടത് ഇവിടെ കേട്ടത്, അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു. ദൈവത്തിനത് ഇഷ്ടമല്ല. വ്യാജം പറയരുത്, ഇല്ലാവചനം പറയരുതെന്ന്. എന്തേലും ഒരല്പം കേൾക്കുന്നു, അത് പൊലിപ്പിച്ച് തൊക്കും തൊങ്ങലുമൊക്കെ വെച്ച് അത് വലുതാക്കി പറഞ്ഞ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അത് ദൈവം വെറുക്കുന്ന കാര്യമാണ്. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ചില തീരുമാനങ്ങൾ എടുക്കണം. ഇന്ന് ചൊവ്വാഴ്ച. വ്യാജം പറയുന്ന നാവ്, ഗർവ് കലർന്ന കണ്ണ്, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ, പാവപ്പെട്ടവനെ, സാധാരണ പോലെ ജീവിക്കുന്നവനെ ഉപദ്രവിക്കുന്നവർ, വിഷമിപ്പിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമല്ല. ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മ ആഗ്രഹിക്കുന്ന ഹൃദയം, അവൻ നശിച്ചു പോകണം. അവൻ ശരിയാവരുത്, അവൻ സന്തോഷത്തോടെ ജീവിക്കരുത്, അവൻ അങ്ങനെ വീട് വെക്കരുത്, അങ്ങനെ ആ കല്യാണം നടക്കണ്ട. അതാണ് ദുഷ്ടതയുള്ള ഹൃദയം. പലരും നന്നാവുന്നത് ഇഷ്ടമല്ല. ഒരു കാര്യം നന്നായി നടക്കുമ്പോൾ അവർക്ക് ഇരിക്കപ്പുറതയില്ല. ഭയങ്കര പ്രശ്നമാണ്. അവരുടെ മനസ്സിൽ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കണം: എന്നേക്കാൾ കൂടുതലായി എൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ വീട് വെക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ആ വിവാഹം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ, ആ വീട് പണി പൂർത്തിയാകട്ടെ, ആ നല്ല വാഹനം അവർ മേടിക്കട്ടെ, സൗഭാഗ്യത്തോടെ അവരായിരിക്കട്ടെ, അവർ അണിഞ്ഞൊരുങ്ങി നടക്കട്ടെ, നമ്മളെക്കാൾ നന്നായിട്ട് അവർ ജീവിക്കട്ടെ. എന്നേക്കാൾ കൂടുതൽ ആരും നന്നാവരുത് എന്ന് ചിന്തിക്കരുത്. നമ്മളെക്കാൾ നന്നായി മറ്റൊരാൾ വരട്ടെ, നമ്മളെക്കാൾ അനുഗ്രഹത്തോടെ അവരും വരട്ടെ, നമ്മളെക്കാൾ നന്നായി പാടട്ടെ, നമ്മളെക്കാൾ നന്നായി പ്രസംഗിക്കട്ടെ. പണ്ട് എനിക്കും അങ്ങനെയൊക്കെ ചില പ്രയാസം ഉണ്ടായിരുന്നു. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ ദൈവമേ, അവരെന്നേക്കാൾ നന്നായിട്ടൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. പിന്നീട് എനിക്ക് ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും മനസ്സിലായി, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു മനസ്സാണ്. അത് പാടില്ല. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ വേറൊരാൾ പ്രസംഗിക്കുന്നുണ്ടോ? എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തുണ്ടാകട്ടെ. എന്നേക്കാൾ നന്നായി വചനം പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ദൈവം അവരെ എഴുന്നേൽപ്പിക്കട്ടെ. എന്നേക്കാൾ നന്നായി പാടുന്നവരുണ്ടാകട്ടെ, എന്നേക്കാൾ നന്നായി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകട്ടെ. ഇതിനേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായി വരട്ടെ. അപ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകും. നമ്മുടെ മേൽ വരേണ്ട അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടും. ദൈവം നമ്മളെ സഹായിക്കും. ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, അസത്യം, ഇല്ലാ കാര്യങ്ങൾ പറയരുത്. കാണാത്തത് കണ്ടുവെന്നും കേൾക്കാത്തത് കേട്ടുവെന്നും പറയരുത്. അവസാനത്തെ ഒരു കാര്യമുണ്ട്: സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, തമ്മി തല്ലിക്കുന്നവൻ. അവരങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം. ഇവരിങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം. അവർക്ക് മോശക്കാരാ, നിന്നെക്കുറിച്ച് വളരെ മോശം പറഞ്ഞു നടക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാണ് പറയുന്നത്? നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ കണക്ക് പുസ്തകം ദൈവസന്നിധിയിൽ. അവരും ഇവരും പറയുന്ന പോലല്ല. നമ്മുടെ മനസ്സാണ് ദൈവസന്നിധിയിൽ. നമ്മളാരാന്ന് നമുക്കറിയാം. നമ്മളെ അറിയുന്ന ദൈവത്തിനറിയാം നമ്മളാരാന്ന്. നമുക്കിത്രയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഇത് സ്വീകരിക്കുവാണ്. പറയേണ്ട കാര്യങ്ങൾ പറയുക, പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് സഹായിക്കട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ചിന്തകളെ, തീരുമാനങ്ങളെ, ഇടപാടുകളെ, ബന്ധങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
മറ്റൊരാളുടെ ജീവിതത്തിൽ വിഷമവും സങ്കടവും തകർച്ചയും വിതയ്ക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക. നന്മയായിട്ടുള്ളത് നമുക്ക് ചെയ്യാം. നമ്മൾ വേറൊരാൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് മനസ്സിലുണ്ടാകുന്നതെങ്കിൽ ഇരട്ടിയായി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. വേറൊരാൾ അനുഗ്രഹിക്കപ്പെടുന്നു, വേറൊരാൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവർ രക്ഷപ്പെടട്ടെ, അവരൊന്നുമില്ലായ്മയെന്ന് കയറി വരുമല്ലേ, നന്നായി ജീവിക്കട്ടെ, നമുക്കങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെങ്കിലുണ്ടല്ല, ദൈവം നമ്മളെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും. ഇരട്ടിയായിട്ട്. സന്തോഷമായിട്ടിരുന്ന് ഈ വചനം കേൾക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യാഴാഴ്ച ദിവസങ്ങളിലെ ധ്യാനം 9 മണിക്ക് ഇപ്പോൾ ആരംഭിക്കും. പണ്ട് ഉച്ചയ്ക്കായിരുന്നു, ഇപ്പോൾ 9 മണി മുതൽ ആരംഭിച്ച് 2 ദിവസത്തെ ധ്യാനം പോലെ തന്നെയാണ് ആ ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. ഒത്തിരി പേർക്കത് അനുഗ്രഹമാകുന്നു. ദൈവത്തിന് നന്ദി. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ആർക്കും സങ്കടമോ വിഷമോ ഒന്നും അല്ല ഉണ്ടാകേണ്ടത്, ചില തിരിച്ചറിവുകളാണ്. ഈ വചനം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇത് പറഞ്ഞത്, ഇത് എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറൊരാളെ കുറ്റപ്പെടുത്തി നിങ്ങളങ്ങനെയാണ് ഞാൻ നല്ലതാണ് എന്ന് പറയാനല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മളെല്ലാം ഒരുപോലെയാണ്. ഞാനും നിങ്ങളും സാധാരണ പച്ചയായ മനുഷ്യന്മാരാണ്. ആരും എല്ലാം തികഞ്ഞവരല്ല. നമ്മളെല്ലാം ഒന്നിലധികം കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഒക്കെയുള്ള വെറും സാധാരണക്കാരായ വെറും പച്ച മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമ്മളിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും. പക്ഷെ അത് തിരുത്താൻ ചില വചനങ്ങൾ, ചില പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ കൈപിടിക്കും. ഇതൊക്കെ ദൈവം കൈപിടിച്ച് നടത്തുന്നതിൻ്റെ ചില അടയാളങ്ങളാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, പ്രത്യേകിച്ച് ഇത് മഴക്കാലമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. മഴക്കാലമൊക്കെ പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്നൊക്കെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഇത് മഴക്കാലമാണ്. വാഹനങ്ങളുടെ അപകടങ്ങളൊക്കെ ഒത്തിരി കൂടുന്നൊരു സമയമാണ്. മഴ വരുമ്പോൾ, മഞ്ഞ് വരുമ്പോൾ അപകടങ്ങൾ വരും. നമുക്ക് പ്രാർത്ഥിക്കാം റോഡ് അപകടങ്ങൾ കുറയാൻ, റോഡ് അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ശ്രദ്ധിച്ചു പോകുവാൻ, ശ്രദ്ധയോടെ ഓടിക്കാൻ എല്ലാ സംരക്ഷണവും അവർക്കുണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. നല്ല ഭവനം കൊടുത്ത്, നല്ല സൗകര്യങ്ങളുള്ള സാഹചര്യങ്ങളെ കൊടുത്ത്, നല്ല വിശ്വാസം കൊടുത്ത്, നല്ല ദൈവാനുഗ്രഹത്തെ കൊടുത്ത്, ഭക്ഷിക്കാൻ നല്ല ആഹാരത്തെ കൊടുത്ത്, താമസിക്കാൻ നല്ല വീട് കൊടുത്ത്, സഞ്ചരിക്കാൻ നല്ല വാഹനത്തെ കൊടുത്ത്, ജീവിക്കാൻ പറ്റുന്നൊരു വരുമാന മാർഗം തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരാകട്ടെ. യുവതീവാക്കൾ പഠിച്ച് മിടുക്കരാകട്ടെ. ഓരോ കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ട് വരട്ടെ. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ട് കയറി വരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടെ പഠിക്കാനിട വരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതൊരു സുവിശേഷ വേലയായി കണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ബുധനാഴ്ച ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.